ഹലോ ഗൈസ്, ഇത് കടച്ചക്ക മസാലക്കറിയുടെ കൂട്ടാണ്. ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം. നമുക്ക് ആദ്യം ചട്ടി എളുപ്പത്തിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂപ്പിക്കാം. അത് നല്ലവണ്ണം മൂത്ത് വരണം. മൂക്കുമ്പോഴേക്കും ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അത്യാവശ്യം മൂപ്പായി വരുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കിയേക്കണം. എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ട് വരുന്ന വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാവുമെന്നും അറിയില്ല. പിന്നെ നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെല്ലുള്ളി കുറച്ചൊക്കെ നല്ല അത്യാവശ്യം നല്ല മൂത്തല്ല, നല്ല മാടിയിട്ട് വരണം. അത് നല്ല മാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് തക്കാളിയും ഒരു 3 പച്ചമുളകും കൂടി കീറിയിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിക്കാം. നമുക്കതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഈ 3 പൊടികളും ചേർത്ത് നല്ല വറുത്തെടുക്കാം. നമുക്കറിയാമല്ലോ മല്ലിപ്പൊടി ഏകദേശം ഒരു മൂപ്പായി കഴിഞ്ഞാലൊക്കെ. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങും കടച്ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്കത് മൂടി വയ്ക്കാം. അതിലോട്ട് ആവശ്യം ഒരു മുറി തേങ്ങയാണ് കേട്ടോ. ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് മതി, കടച്ചക്ക ആകുമ്പോൾ അന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. നമുക്ക് ചട്ടിയിലിട്ട് നല്ലവണ്ണം വറുത്തെടുക്കാം. നല്ലവണ്ണം വറുക്കണം തേങ്ങ, എന്നാലേ അതിനൊരു ടേസ്റ്റും അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ല മൂത്തോട്ടെ തേങ്ങ. പിന്നെയും പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിച്ചേക്കണം. അപ്പം നമ്മുടെ തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. നല്ലോണം വറുത്തെടുത്ത് നമുക്കത് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കടച്ചക്കയും ഉരുളൻകിഴങ്ങും മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കും ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണമെങ്കിൽ ഉടച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ മതി, അങ്ങനെ മതി. നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങയും ഗരം മസാല എല്ലാം കൂടി അരച്ചത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഒരു 2-3 തള വരുന്നത് വരെ തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. പിന്നെ അത് തന്നെ ഇരുന്നിട്ട് ചിലപ്പോൾ കട്ടയാകും, ചിലപ്പോൾ നല്ല കട്ടയാകും. പിന്നെ നമ്മളിത് തൂവിക്കാൻ വേണ്ടിയിട്ട് ചെറുള്ളിയാണ് വേണ്ടത്. ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വെല്ലുള്ളിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലിട്ട് നല്ല മൂപ്പിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനത് വറക്കാൻ എടുക്കണേ. ഉള്ളി നല്ല മൂത്ത് അതിലോട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മൂത്ത് സെറ്റായി വരുമ്പോൾ നമുക്കത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കടച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. എന്തായാലും കമൻറ്റ് ചെയ്യണേ. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ തിരുത്താൻ പറ്റുമോ. അപ്പോൾ ഓക്കെ.